ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ KTU ബിടെക് 2024 ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അക്കാഡമിക് കലണ്ടർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ജൂലൈ 2024 ടു ജൂൺ 2025 വരെയുള്ള അക്കാഡമിക് കലണ്ടർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ S1 ക്ലാസ്സുകൾ എന്ന് തുടങ്ങും, നിങ്ങളുടെ സീരീസ് എക്സാം എന്നായിരിക്കും, എൻ സെമിസ്റ്റർ എക്സാം എന്നായിരിക്കും, അതേപോലെ തന്നെ S2 ക്ലാസ്സുകൾ എന്നായിരിക്കും, S3 ക്ലാസ്സുകൾ എന്നായിരിക്കും എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ക്ലാസ്സുകളും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഒരു ചാനലിലുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ, ഇവന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഔട്ട് സെമിസ്റ്റർ നോക്കാം. ഔട്ട് സെമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ. ഓക്കെ, അതായത് ഓരോ ഇയറിലും നിങ്ങൾക്കറിയാം ഫസ്റ്റ് സെം, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും അങ്ങനെ 2 സെമിസ്റ്റർ ആണ്. അതായത് ഒന്ന് ഓഡ് സെം, ഒന്ന് ഈവൻ സെം, അങ്ങനെയാണ് പറയുക. അപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ ഓഡ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്റർ അതായത് നിങ്ങളുടെ S2 എന്ന് പറയുന്നത് ഈവൻ സെമിസ്റ്റർ. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കും ഇനി അടുത്ത വർഷങ്ങളിൽ വരുന്നത്. അപ്പോൾ ഓഡ് സെമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളെ S1 ക്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ ഓൾറെഡി സെപ്റ്റംബർ 9th തന്നെ ഒരു കമൻസ്മെന്റ് ഓഫ് ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കലണ്ടറിൽ വന്നിട്ടുള്ളത്. ഇനി അതിനുശേഷം പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് നമ്മളുടെ S1ന്റെ എക്സാം രജിസ്ട്രേഷൻ. അത് നമ്മൾ സ്റ്റുഡന്റ് ലെവലിൽ ചെയ്യേണ്ടത് ഒക്ടോബർ 21 ഓക്കെ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുന്നത് ഇത് എക്സാം രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് ആണ് 25th. അതായത് 21 to 25th വേണം നിങ്ങൾ S1ന്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ ആനുവൽ സ്പോർട്സ് മീറ്റ് കോളേജ് ലെവലിൽ വരുന്നത് ഒക്ടോബർ 26. അതിനുശേഷം ഈ S1ന്റെ എക്സാം രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ്, അത് കോളേജ് ലെവലിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് November 1 ആണ്. അതായത് നമ്മൾ ഒക്ടോബറിൽ തന്നെ ഈ ഒരു നമ്മളെ എക്സാമിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നമ്മളെ ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സീരീസ് ടെസ്റ്റ്, S1ന്റെ ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് വരുന്നത് November 4th ഓക്കെ, November 4th ഇനി സെക്കൻഡ് സീരീസ് ടെസ്റ്റ് ഇത് ടു ബി കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അതായത് November 4th ആവുമ്പോഴത്തേക്കും ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് കഴിയണം. സെക്കൻഡ് സീരീസ് ടെസ്റ്റ് 13/12 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് December 13 ആവുമ്പോഴത്തേക്കും സെക്കൻഡ് സീരീസ് ടെസ്റ്റും കംപ്ലീറ്റ് ആവണം. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്, അങ്ങനെ 2 സീരീസ് ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇന്റേണൽ അസസ്മെന്റിന് വരിക. അതിനുശേഷമായിരിക്കും നമുക്ക് ഫൈനൽ എക്സാം വരുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ അസസ്മെന്റിനുള്ള ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് നമുക്ക് ഒരു എക്സാം November 4th കഴിഞ്ഞിരിക്കണം. സെക്കൻഡ് സീരീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് December 13 13th ഡിസംബറിന് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കപ്പോൾ S1ന്റെ ക്ലാസ്സുകൾ എന്ന് കഴിയും. ക്ലാസ്സുകൾ കഴിയുന്നത് നമുക്ക് നോക്കാം. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് ക്ലാസ്സുകൾ കഴിയും. അപ്പൊ തന്നെ നമുക്ക് ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്കൊക്കെ പബ്ലിഷ് ചെയ്ത് വരും. ആക്ടിവിറ്റി പോയിന്റ്സ് കാര്യങ്ങളെല്ലാം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വരും. ഇനി അതിൽ നമുക്ക് ഇന്റേണൽ അസസ്മെന്റിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഡേറ്റും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ എൻ സെമിസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവുക. എൻ സെമിസ്റ്റർ എക്സാമിനേഷൻ നമുക്ക് ഒരു 31st December 31, അതായത് നമുക്കൊരു ഡിസംബർ ലാസ്റ്റോട് കൂടി നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഡിസംബർ ലാസ്റ്റ് ജാനുവരി ആയിട്ടാണ് പലപ്പോഴും എക്സാംസ് ഉണ്ടാവുന്നത് നോർമലി. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും നമുക്ക് എൻ സെമിസ്റ്റർ എക്സാം വരിക. അപ്പൊ ഔട്ട് സെമിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് കോളേജിലെ ക്ലാസ് ഒക്കെ തുടങ്ങി സീരീസ് എക്സാം ആകുമ്പോഴത്തേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ്സുകൾ ജാനുവരി, അതായത് 2025 ജാനുവരി 20 ആവുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിനുശേഷം സെക്കൻഡ് സെമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കലണ്ടർ അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് സെമിലെ സീരീസ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. പിന്നെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ S3 ക്ലാസ്സുകൾ, അതായത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സുകൾ 1/7/2025 തുടങ്ങുന്നുള്ളൂ. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ സെക്കൻഡ് സെമിന്റെയും എക്സാമുകളൊക്കെ കഴിയും. അപ്പൊ ആ രീതിയിൽ അത് ജസ്റ്റ് ആ ഒരു കമൻസ്മെന്റ് ഓഫ് ക്ലാസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു അക്കാഡമിക് കലണ്ടറിൽ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആയിട്ട് വരുന്നത്.
ഇനി നമ്മൾ ലേണിനോയിലെ നമ്മുടെ കോഴ്സുകളെ കുറിച്ചും കൂടി ഞാനൊന്ന് പറയാം. നിങ്ങളിപ്പം ഗ്രൂപ്പ് എ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, നമ്മുടെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇയർ കോഴ്സ്, കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ കോഴ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഹോട്ട് സെം ആൻഡ് ഈവൺ സെം, ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ലെക്ചേഴ്സ്, നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, പേഴ്സണൽ മെന്ററിങ് എല്ലാം വരുന്ന കംപ്ലീറ്റ് കോഴ്സാണ് വിത്ത് 1 ഇയർ വാലിഡിറ്റി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒന്നില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ലെക്ചേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോഴ്സിന്റെ ലിങ്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.